ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ കാലത്ത് ആറന്മുളയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കെതിരെ ഉപദേശക സമിതി. അതേസമയം ഉപദേശക സമിതി നിലപാടുകൾക്കെതിരെ പള്ളിയുടെ സേവാസംഘം രംഗത്തെത്തി. വള്ളസദ്യയ്ക്ക് മുന്നോടിയായി ആറന്മുള ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ യോഗം നടത്തിയിരുന്നു. എന്നാൽ യോഗ തീരുമാനങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നടപ്പാക്കുന്നില്ല എന്നാണ് ഉപദേശക സമിതിയുടെ ആരോപണം. അതേസമയം ഉപദേശക സമിതി നിലപാടുകൾക്കെതിരെ പള്ളിയോട സേവാ സംഘം രംഗത്തെത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പള്ളിയോട സേവാ സംഘം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ദേവസ്വം ബോർഡിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഇക്കാര്യത്തിൽ. കാരണം അത് ഏകോപനത്തോടുകൂടി നടപ്പിലാക്കാൻ ഇപ്പം വന്നിരിക്കുന്ന എയോ അത് മുന്നോട്ട് വന്നിട്ടുമുണ്ട്. എല്ലാ കാര്യത്തിലും എയോ നല്ല സഹകരണവുമാണ്. നല്ല രീതിയിൽ ഈ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഈ ക്ഷേത്രത്തിൽ വരുന്ന ഈ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ വരുന്നവർ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ എയോ മുന്നോട്ട് ഞങ്ങളോടൊപ്പം തന്നെ സഹകരിക്കുന്നുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഒഴിവാക്കരുതെന്ന് ഭക്തജന സംഘം കത്ത് നൽകി. വള്ളസദ്യ കാലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കെതിരെ നടപടിയെടുത്താൽ ദൈനംദിന കാര്യങ്ങളെ ബാധിച്ചേക്കാം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.